ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ബീഫ് കറിയാണ്. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അടിപൊളി ഒരു ബീഫ് റെസിപ്പി ആക്കാം. ഈ കറി നമുക്ക് ഡ്രൈ ആക്കിയിട്ടും എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. എനിക്കൊരു കുഞ്ഞ് ബേബി ഉണ്ട്, അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം കുറച്ചൊന്ന് ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഇത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഫ്രോസനാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ ഫ്രീസറിൽ വെച്ച് ഇപ്പോൾ ഒരു 4-5 ദിവസമായി ഉണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ കുക്കൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. വാഷൊന്നും ചെയ്യാതെ അങ്ങനെ ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചു. നമ്മൾ വരുന്നതിൻ്റെ തലേദിവസം തന്നെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോരുന്നതിന് കുറച്ച് മുന്നായിട്ട് എടുത്താൽ മതിയാവും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുക്ക് ചെയ്യാത്ത മീറ്റ് കൊണ്ടുവരുന്നത്. ഞാൻ സിപ്ലോ കവറിൽ എയർ ടൈറ്റ് ആയിട്ടാണ് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോരുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് പാക്ക് ചെയ്തത് ലഗേജിൽ. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം അപ്പം തന്നെ ഇത് ഫ്രീസറിലോട്ട് മാറ്റുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ലഗേജ് ഓപ്പൺ ആക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഇത് ഡീപ് ഫ്രീസ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കോൾഡ് ആൻഡ് ഹോട്ട് കവർ കിട്ടുമല്ലോ, ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നാട്ടിൽ നിന്ന്. അതിൽ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇതിൻ്റെ തണവ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പീസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എപ്പോഴും മട്ടൺ അല്ലെങ്കിൽ ബീഫൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തരാൻ പറയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ആ മീറ്റ് ഉണ്ടാവും. അധികം എന്താ പറയുക, കുക്കിംഗ് ടൈം ആവശ്യം ഉണ്ടാവില്ല അതിന്. അത് നമ്മൾ ഇത് ഇറച്ചി വെട്ടുകാരോട് പറയുകയാണെങ്കിൽ അവർ നല്ല മീറ്റ് നമുക്ക് തരും കേട്ടോ. അപ്പം ഞാൻ ഫാറ്റുള്ള പീസ് കട്ട് ചെയ്ത് വാങ്ങി, അതുപോലെ സെപ്പറേറ്റ് എല്ലും ലിവറും വാങ്ങിയിട്ടുണ്ടായി. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ആ കറിക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. മീറ്റൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി വാഷ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റുക, എക്സസ് വാട്ടറൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ഫുൾ ബൾബ് വെളുത്തുള്ളിയും 4-5 നാടൻ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ബീഫിലേക്കുള്ള പൊടികൾ, ബോൾ സ്പൈസസ് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഈ കറിയിൽ പെരുംജീരകത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ ബീഫിന് 4 ടേബിൾ സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ ഫ്ലേവറാണ് ഈ കറിയിൽ മുന്നിട്ട് നിൽക്കണം കേട്ടോ. പക്ഷേ അതൊരു നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ബിരിയാണി റൈസിൻ്റെ കൂടെ ആയാലും ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്ക, അത്രയും തന്നെ ഗ്രാമ്പൂ, പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു പിഞ്ച് ഉലുവ, പിന്നെ വേണ്ടത് മല്ലിയാണ്. മല്ലിയും മുഴുവൻ മല്ലിയാണ് കേട്ടോ ചേർക്കണേ. ഒരു 4 ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലി ചേർക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഫ്രഷായിട്ട് പൊടിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവുക. ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക്. ഞാനിവിടെ ഒരു 7-8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, ഒരുപാട് കളറൊന്നും മാറിപ്പോവേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി ഈ മസാല ബീഫിൽ മാരിനേറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഇതൊന്ന് അരിച്ചെടുക്കുക. കാരണം പെരുംജീരകത്തിൻ്റെ ആയാലും ആ മല്ലിയുടെ ഒക്കെ തരി ഇതിൽ കിടക്കുന്നുണ്ടാവും. അത് കറിയിൽ അത്ര നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊന്ന് അരിച്ചിട്ട് മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാട്ടോ ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. മീറ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1.5 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിലും ഇതുപോലെ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കറിയാക്കാം കേട്ടോ. നോമ്പിനൊക്കെ കുറച്ചും കൂടെ നല്ലത് അതായിരിക്കും. ബീഫിൽ അത്യാവശ്യം മസാല പിടിച്ചിട്ടുണ്ട്.
ഇനി ഇത് ഒരു കുക്കറിലോട്ട് മാറ്റാം. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്താൽ മതി. നിങ്ങൾക്ക് അധികം ഗ്രേവി ആവശ്യമില്ലെങ്കിൽ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള കറിയായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബീഫ് കുക്കായി വരുമ്പോൾ അത്യാവശ്യം വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങും. നിങ്ങൾ നല്ല ഡ്രൈ റോസ്റ്റാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്താൽ മതി. ബീഫിൻ്റെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ നമ്മളെ കുക്കറിൻ്റെ ഇതൊക്കെ അനുസരിച്ച് മാറ്റം വരും. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ 2 വിസിലാണ് കേട്ടോ. എനിക്ക് ബീഫ് അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളം ചേർക്കുകയാണെങ്കിലും ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം വെള്ളം കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവും. അത് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാടൻ കുക്കിങ്ങിനൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ബീഫ് ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ ഓരോ ബാച്ചസ് ആയിട്ട് വെക്കുകയാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഓരോ ദിവസം കറിയാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരുപാട് സോട്ടേ ചെയ്ത് ബ്രൗൺ ഒന്നും ആക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് വാടി വന്ന് ബ്രൗൺ ആവണ സമയത്തിന് മുന്നേ തന്നെ നമുക്ക് ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് മാറിയ കാരണം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് കേട്ടോ. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇനി ഒരു 2 വലിയ തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളി നന്നായി കുക്കായി കിട്ടണം. ഞാനിതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക, തക്കാളി സോഫ്റ്റനാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബീഫ് കുക്കായ സമയത്ത് നിങ്ങൾ ബീഫിലത്തെ ഉപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ തക്കാളി വേവിക്കുന്ന സമയത്ത് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബാക്കി തക്കാളി മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്ത ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പത്തിരി കഴിക്കാൻ വേണ്ടി കുറച്ച് ചാറ് ടൈപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് 1 കപ്പ് വെള്ളം ഇതിൽ ആഡ് ചെയ്തത്. ശരിക്കും നിങ്ങൾക്ക് ബിരിയാണി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി റൈസിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആണെങ്കിൽ 1/4 കപ്പ് വെള്ളത്തിൽ ബീഫ് വേവിച്ചാൽ മതി. എന്നിട്ട് നന്നായി ഇതുപോലെ തക്കാളിയും സവാളയൊക്കെ സോട്ട് ചെയ്തതിന് ശേഷം നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിയുടെ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ പത്തിരിക്ക് പ്ലാൻ ചെയ്ത കാരണമാണ് ഇത്ര ചാറ് ഇതിൽ കേട്ടോ. ഈ ഗ്രേവി ഒന്ന് തിക്കായി തുടങ്ങുന്ന സമയത്ത് ഓഫ് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഇതിലത്തെ വെള്ളം മുഴുവൻ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ആ സമയത്ത് എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.